ഹലോ ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. എന്തെല്ലാം വിശേഷം? സുഖമല്ല എല്ലാവർക്കും? നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താണ് ഇപ്പം വീണ്ടും ഒരു ജോർജിയ വ്ളോഗിൽ നിന്നുള്ളത് അല്ലേ? ഇതില്ലേ നമ്മൾ 2 വർഷം മുമ്പ് ജോർജിയയിൽ പോയ ആ ഒരു വ്ളോഗിൻ്റെ ലാസ്റ്റ് പാർട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഫോണിൽ ഇതിങ്ങനെ കിടക്കുന്ന കണ്ടുകൊണ്ട് ഞാൻ വിചാരിച്ചത് ഡിലീറ്റ് ആക്കാനും മനസ്സില്ല. അപ്പം ഇവിടെ ആകുമ്പോൾ അത് അവിടെ ഒരു മെമ്മറീസ് ആയിട്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിലിടയിൽ വോയിസ് ഓവർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ പിന്നെ ലൈവായിട്ട് വോയിസ് ഓവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് കുറച്ചും കൂടി. അപ്പോൾ ഇനിയിപ്പം ഇതിന് ശേഷം ഒരുപാട് ആൾക്കാർ ജോർജിയയിൽ പോയിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടായിട്ടില്ല കണ്ടിട്ടുണ്ട്. നമ്മൾ ആ സമയത്ത് പോകുമ്പോൾ ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് പോലെ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായത് ലേഡീസ് ഒള്ളി ട്രിപ്പായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 1, 2, 3 നമ്മൾ ആദ്യം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവർ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ കണ്ട് നോക്കാം. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചീപ്പായിട്ട് പോകാൻ പറ്റുന്നൊരു പ്ലേസ് കൂടിയാണ് UAE റെസിഡൻസിൽ ആയിട്ടുള്ളവർക്ക്. ഓക്കെ, ഒരു സ്റ്റേ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായത് വന്നിട്ടോ. നമ്മളെ പെട്ടിയും സാധനങ്ങളിൽ ലഗേജിൽ ഇവിടെ എടുത്ത് വെച്ചുകൊണ്ട് കുറച്ച് കൺജസ്റ്റഡ് ആയിട്ടുണ്ട്. പിന്നെ ഒരു ദിവസത്തേക്കുള്ളതല്ലേ, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പം പിറ്റേന്ന് രാവിലെ ആയി. മക്കളെല്ലാം തായാലും മേലിലായിട്ട് ഇതാ ബങ്ക് ബെഡ് അത് അതിൻ്റെ മേലിലായിട്ട് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ രാവിലെ സോബിക്ക് എണീച്ചുള്ള കാഴ്ചയാണ്. അതൊന്ന് കുറച്ച് കാണിച്ചു തരാം. ഇത് കർട്ടന് ഇതൊന്ന് കുറച്ച് നീക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സൂര്യോദയം ആയിട്ടില്ല. സൺറൈസ് 7:30 എന്നാണ് ഗൂഗിൾ കാണിക്കുന്നത്. ഇനിയിപ്പോൾ മേഘം വന്നിട്ട് മൂടിയൊന്നും അറിയില്ല. സൂര്യൻ പുറത്തേക്ക് വന്നിട്ടില്ല. ഇതിവിടെ കുറച്ച് ക്ലിയർ കുറവാണ്. ഇവിടെ ഒരു കട്ടിയില്ല എന്താണ് ഷീറ്റ് കൊണ്ടാണ് മേലും 2 ഭാഗത്തായിട്ട് ഇത് ചെയ്തിട്ടുള്ളത്. നമുക്കിത് ക്ലോസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ക്ലോസ് ചെയ്ത കർട്ടനിൻ്റെ കൂടെ കുറച്ച് കഴിഞ്ഞിട്ട് അതിലും പോയിട്ട് കുറച്ച് വീഡിയോസ് എടുക്കാം. സൺബാത്തിലുണ്ട്. ഓക്കെ, കുറച്ചൊന്ന് എന്താ പറയുക, ചായയെല്ലാം കുടിച്ചിട്ട് ഒന്ന് ശരീരം ചൂടാക്കിയ ശേഷം പുറത്തേക്ക് ഇറങ്ങും. ഇവിടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ അബുദാബി തന്നെ കൊണ്ടുവന്ന ഈ ഒരു മാഗി ഇത് 2-3 കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ട് കോഫി നമ്മൾ അവിടെ നിന്ന് റെഡിയാക്കി വെച്ച് കളിക്കില്ലേ, ഈ ഒരു ബാഗ് പാല്, അതുപോലെ കോഫി, ചായപ്പൊടി, പഞ്ചസാര അതെല്ലാക്കിയിട്ട് ഈ ഒരു സെറ്റ് എടുത്തിട്ടുണ്ട്. അത് ഇവിടെയാണ് നമുക്ക് ഹെൽപ്ഫുള്ളാകുന്നത്. അപ്പോൾ മാഗി ആക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇന്നലെ കട്ട് ചെയ്ത് ഈ ആറാൻ്റെ ബർത്ത്ഡേ കേക്ക് ഉണ്ട്, എല്ലാവരും കഴിക്കണത്ര. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഈ ഒരു കേക്കും മാഗിയും പിന്നെ ചായയും അതാക്കാമെന്ന് വിചാരിക്കുന്നു. സൂര്യൻ കുറച്ചും കൂടി ഉദിച്ചുയർന്നിട്ടുണ്ട്. പുറത്തേക്ക് ഇറങ്ങാം. മടിയായിട്ട് പുറത്തിറങ്ങാൻ കഴിയും തോന്നുന്നില്ല. ഭയങ്കര മടി, തണുപ്പ് കൊള്ളാൻ വേണ്ടിയിട്ട്. ഏകദേശം കുറേ ദിവസം ആയല്ല ഇതിപ്പം. പിന്നെ ഇന്നത്തെ ദിവസം ഇങ്ങനെ നാളെയാണ് നമ്മൾ തിരിച്ചു പോകുന്ന ദിവസം. വളരെ സങ്കടകരമായ ദിവസം. അപ്പോൾ മണ്ണെല്ലാം കൊണ്ടിട്ടില്ല. ശരീരം ഏകദേശം ഒരു എന്താ പറയുക, തീരെ ഇപ്പോൾ കൊള്ളാൻ പറ്റാത്ത പോലെ ആയി. നല്ലോണം നല്ല ആക്ടിവിറ്റീസൊക്കെ ഇന്നലെ കഴിഞ്ഞിട്ടല്ലേ ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് പുറത്ത് പോയിട്ടില്ല, കാഴ്ചയിലും കുത്തി കാണിച്ചു തരാം കേട്ടോ. ഞാനൊന്ന് ചായയിലും കുടിച്ച് ഒന്ന് ബ്രഷെല്ലാം ചെയ്ത് സെറ്റ് ആവട്ടെ. ഓക്കെ, അപ്പോൾ ഇതാ ഇതിൻ്റെ പുറത്തേക്ക് ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ആ പുറത്തെ വ്യൂ എല്ലാം കാണാൻ ഈ സൈഡിൽ കണ്ട ലൈറ്റ് ഫിറ്റ് ആക്കിയിട്ടുണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ്. അമ്മണീച്ചാ എന്താക്കാൻ പോന്നെ? മോനെ കപ്പ് നൂഡിൽസ് റെഡിയായാ? തണുപ്പ് തമ്മ അടിച്ചു മാറിയണോ? ഊഞ്ഞാല അടിക്കഴിഞ്ഞാ? എവിടെ? അവിടെ കത്തിച്ചിട്ട് നമ്മള് കുളിക്കലല്ലേ. ഇവിടെ മഞ്ഞുണ്ട് കേട്ടതാ, ചെറുതായിട്ട് ഇവിടെ ഉണ്ട്. നല്ല രസമുണ്ടല്ലേ കാണാന്. ഇവിടെ സമ്മർ ആയാൽ കുറച്ചും കൂടി പച്ചപ്പ് ഉണ്ടാവുന്ന പറഞ്ഞതെല്ലാം കണ്ട.
നമ്മുടെ ക്രിസ്മസ് ട്രീ. വായിന്ന് പുക വരുന്നുണ്ട്. രാവിലെ മക്കളെ ക്ലാസ്സിൽ കഴിഞ്ഞിട്ട് ഓൺലൈൻ ക്ലാസ്സിൽ കുറച്ച് സമയം ഇരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ 4 ആളും കൂടി ഇപ്പൊ എന്താക്കുന്നേ? ഡ്രസ് ചെയ്തില്ലേ? പോവണ്ടേ നമുക്ക്? യാറാ നമുക്ക് പോവണ്ടേ റൂമിലേക്ക്? അബുദാബിയിൽ പോണ്ടേ? ഇഷ്ടല്ല, എല്ലാവർക്കും ഇവിടെ നിന്നാ മതി അല്ലേ? ജോർജിയയിൽ തന്നെ നമുക്ക് താമസിക്കാം. അവിടുന്ന് ഇറങ്ങിയിട്ട് നമ്മള് അമ്രിന്റെ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്ന് നോക്കാം. റെഡിയായാ? നൈറ്റ് ഡ്രസ് തന്നെ ഉള്ളത്. അപ്പൊ ഇതാ നമ്മുടെ പെട്ടിയും കിടക്കലാണ് ഇങ്ങനെ വാരി വലിച്ചിട്ടാ ഇല്ലത്. അതുകൊണ്ട് കൂടുതൽ അങ്ങോട്ട് കാണിക്കുന്നില്ല. കൊറേ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് യാറാ റെഡിയാവുന്നില്ലേ? പോവോ മറ്റേ അവര് വിളിച്ചിട്ടുണ്ടായില്ലേ? നമ്മള് പോന്നല്ലേ. 2, 3 സ്റ്റാർട്ട്. ഇങ്ങോട്ടേക്ക് വരണം ഞാൻ പറയുമ്പോ. ജസ്റ്റ് അനങ്ങിയാ മതി, കാലൊന്നും കിട്ടൂലേ. ഫേസ് അത്ര സ്റ്റാർട്ട്. ഇങ്ങോട്ട് വരണ്ട, ബാക്കോട്ടേക്ക് പോകണം. അപ്പൊ നമ്മുടെ ടൈം ഏകദേശം ആവാനായി. എല്ലാവരും റെഡി ആയിട്ട് പിന്നെ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് ഇനി കുറച്ചും കൂടി ഫോട്ടോസ് ഇങ്ങനെ എടുക്കുകയാണ്. ഓക്കെ, അവിയലും ഫുൾ ഫോട്ടോസ് എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ. പക്ഷെ ഇവിടുന്ന് പോവാൻ തോന്നുന്നില്ല. ഇവിടുന്ന് നമുക്ക് സഹിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. തണുപ്പുണ്ട്, എന്നാലും നമുക്ക് പറ്റുന്ന തണുപ്പ്. നമ്മളെ അതെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്, ബാഗിലും കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഇൻഷാ അല്ലാഹ് അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ സ്റ്റേ കഴിഞ്ഞിട്ട് എല്ലാവരും ലഗേജെല്ലാം വണ്ടിയിൽ കൊണ്ടുവച്ച് ഇവരോടെല്ലാം ഒരു ടാറ്റ ബൈ ബൈ പറഞ്ഞതിന് ശേഷം ഈ സ്ഥലത്തിൻ്റെ പേരെന്താ പറഞ്ഞാൽ, എന്താ പേര് പറഞ്ഞ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഇതാണ് ഇവർ ഓഫീസ് വരുന്നത്. ഇവിടുന്ന് ഇതാണ് ഈ ഒരു സംഭവം തന്നെ. പിന്നെ മഞ്ഞിൻ്റെ അവിടെയും സെറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾക്ക് ഇന്ന് ഇവിടെയാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, നമ്മളെ വണ്ടി അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ നമ്മൾ തിബിലിസി സിറ്റി ഒന്നും കൂടി കാണാൻ വേണ്ടിയിട്ട് പോയെന്ന്. അവിടെ പിന്നെ കുറച്ച് കാര്യങ്ങൾ മിസ്സായിനി. അത് പിന്നെ കുറച്ച് ഫോട്ടോസിൻ്റെ ഇതിലുണ്ട്. പിന്നെ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഭയങ്കര ടയേർഡാണ്. അപ്പോൾ ഇടയ്ക്കൊന്ന് റിലാക്സ് ആകാൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് അധികം ടൈം ഉച്ച വരെ, ഇപ്പോൾ ഏകദേശം ഒരു 3-3:30 എല്ലാം ആയി. ഇവിടുന്ന് 3:30ക്കാണ് നമ്മൾ പിന്നെ പോകാൻ വേണ്ടി പോകുന്നത്. കുറച്ച് വീഡിയോ എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് ആകെ അതേ ഇതെന്ന് തോന്നുന്നു. ഓക്കെ, ഇതിൻ്റെ അകത്തെല്ലാം വെജിറ്റബിൾ ഫ്രൂട്ട്സ്, പിന്നെ ഇതാ കുറച്ച് പഴയെല്ലാം വെച്ച് നമ്മൾ ഊട്ടിയിലെല്ലാം കാണാനില്ല, അതുപോലെ പഴയെല്ലാം അങ്ങനെ പുറത്ത് വെച്ചിട്ടുണ്ട്. സ്ട്രീറ്റിന്റെ പേരാണ്.
3-4 ദിവസമായില്ലേ ഇനിയിപ്പോ അതില് പെരുന്നാൾ ഫസ്റ്റ് ഡേ ആണെങ്കിൽ ഞാൻ പറയും ഡാൻസ് ടീമിൽ എടുക്കും. ഇനി ഞാൻ നീളത്തിൽ വട്ടത്തിൽ തിരിച്ചിട്ട് ഇങ്ങനത്തെ സ്ട്രീറ്റ് ഞാൻ പറയുന്നത് അതന്നെയാണ് ഇങ്ങനത്തെ സ്ട്രീറ്റ്. എനിക്ക് ഇവിടുന്നുള്ള വീഡിയോ ആണ്. എന്താ നമ്മള് ഇതിന്റെ തെരുവീതികളിൽ കൂടി ഇങ്ങനെ നടന്നുകൊണ്ട് പോവുകയാണ്. വീഡിയോ എടുക്കുന്ന ഇപ്പോൾ നമ്മൾ ജോർജിയൻ്റെ തെരുവുകളിൽ വീഡിയോ ഹീറ്റർ ഇത് വെച്ചിട്ടുള്ളത്. मेरा जूता है जापानी बनो हिंदुस्तानी फिर भी वहाँ को फेरू फिर भी दिन है हिंदुस्तानी मेरा जूता है जापानी ഇതാ ഇവിടുന്ന് നമ്മൾ ഈ ഒരു സംഭവങ്ങൾ ഒന്നുകൂടി വാങ്ങാനൊരാഗ്രഹം അങ്ങനെ വാങ്ങുന്നുണ്ട്. ആ നൈസ് ഇത് എടുത്തിന് ഈ ചെരുപ്പ് പിടിച്ച എനിക്ക് ചെരുപ്പ് ഇഷ്ടമായിരുന്നു. ചെരുപ്പ് എടുക്കുന്നുണ്ട്. ഇത് രണ്ടും എടുക്കുന്നുണ്ട്. അതിന്റെ കീ ചെയിന് പിന്നെന്താ പിന്നെന്താ ഇവിടെ നമ്മൾ ഇന്നലെ കണ്ടിട്ടുണ്ടായിട്ടില്ലേ അത്. നീ ഇൻട്രൊഡ്യൂസ് ഇത്രയും കാലം നീയല്ല ക്യാമറമാൻ ആയത്, ഇന്ന് ഞാൻ ക്യാമറ ഗേൾ. ആൽപ്പിനോൾഡേസിന്റെ ടീം ഒരാള് കുറവുണ്ട്, എന്നാലും ജവാദ് പാട്ട് പാടുന്ന പോലെ ആയിപ്പോർന്ന്. ജലീബ് റിച്ചു ഡോക്ടർ ഫുട്ബോൾ പ്ലെയർ. ഇത് സാജിർ സൗദി ഷാനൂർ സാജിർ ഷാറൂഖ് ഷംറു. നീ ഇപ്പൊ പറഞ്ഞാന്ന് പാസ്പോർട്ടും പ്രസിഡന്റ് ആ ഷാഹിദ്. ഇന്നെ മടുത്തിട്ടുണ്ടാവും കണ്ടിട്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ ആലപ്പിയൻ ഹോളിഡേസിന്റെ ടീംസ്. എന്നാൽ എല്ലാവരും ഹൈ പറഞ്ഞിട്ട് നമുക്കിത് ഞാൻ വിഷമിച്ചിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. കഴിഞ്ഞ് തിന്നാൻ പോയത് അമ്രി ഇന്ന് വേറൊന്നുമില്ല, വേഗം എടുത്ത് കഴിക്കലെന്നെ. വിശപ്പ് കൊണ്ടില്ലേ തീർന്നു. ഇത്രയേ ഉള്ളൂ തീറ്റ മാത്രം. അപ്പൊ നമ്മള് ഇറങ്ങിയ സമയത്ത് ടോട്ടലി മാറി. നമ്മൾ ഇറങ്ങിയതിന്റെ ഇത് ഫ്രണ്ടിന്റെ കുറച്ചെടുത്തന്നെ സ്ട്രീറ്റിനെ കുറിച്ചിട്ട് പറയാനാണെങ്കിൽ ഇപ്പോൾ സമയം 3 മണി അതിക്രമിച്ചിരിക്കുന്നു. പറയാൻ പറ്റിയൊരു സമയമല്ല. നമ്മള് വീട് അതെ, കണ്ടുപിടിക്കുന്നു. നമ്മൾ അപ്പാർട്ട്മെന്റ് എത്തി എന്നാണ് തോന്നുന്നത്. യെസ്, അപ്പോൾ റൂമിൽ നിന്നും കാണാം അല്ലേ? അപ്പാർട്ട്മെന്റിലേക്ക് കയറിയിട്ടാണ് ഉള്ളത്. 2 മണിക്കൂറത്തേക്കുള്ള അപ്പാർട്ട്മെന്റാണ് നമ്മളെ.
2 ബെഡ്റൂമെല്ലായിട്ട്. അടിപൊളി കിച്ചണെല്ലാം ആയിട്ടുള്ള സംഭവമാണ്. പക്ഷെ നമുക്ക് ഇവിടെ ചെലവഴിക്കാൻ കുറച്ച് സമയമേ ഇല്ലു. നമ്മൾ ഇതിനെ കൂടി പറഞ്ഞോ, രണ്ടാളും കൂടി അടുത്തടുത്ത് എടുക്കുന്നത്. ബെഡ്റൂമിലേക്ക് പോവാം നമുക്ക്. ബെഡ്റൂമിൽ പോയിട്ട് കിടക്കാനുള്ള സമയമില്ല. സെപ്പറേറ്റ് കാണുമ്പോ ഒന്ന് കിടക്കാന്ന് വിചാരിക്കുന്നത്. കാലിന് മസിലും കയറിയിട്ടുണ്ട്. ഒന്ന് കിടക്കാന്ന് വിചാരിക്കുന്നത്. നല്ല സൂപ്പർ റൂമാണ്. ഇതടുത്ത റൂമ്. അടുത്ത റൂമ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമല്ല. നല്ല മോളെ മോനാണ് കുറച്ച് റെസ്റ്റ് എടുത്തോ. ഓക്കെ യാറാ, കുറച്ച് റെസ്റ്റ് എടുത്തോ. എന്താ ചെയ്യാനിപ്പോ, ഇത്രയും നല്ല റൂം തന്നിട്ട് ആ 1 മണിക്കൂറത്തേക്ക് നമുക്ക് ടൈം മാറ്റാൻ പറ്റുമോ ഗൈസ്? ഇതെന്താ വാഷ്റൂം അല്ലേ? വാഷിംഗ് മെഷീന് തിരുമ്പിയിട്ടെല്ലാം ഉണക്കിയിട്ടെല്ലാം പോയിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ JBയിൽ താമസിച്ചിട്ട് അവിടുന്ന് വെക്കേറ്റ് ചെയ്തതിന് ശേഷം പിന്നെ കുറച്ചും കൂടി ദൂരമുണ്ട് എയർപോർട്ടിലേക്ക്. അപ്പോൾ അതിനിടയിൽ നമ്മൾ രാത്രിയിൽ ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റൂമും പിന്നെ അതുകൂടാണ്ട് ഒന്ന് റിഫ്രഷ് ആയിട്ട് എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മളെടുത്ത റൂമാണിട്ടത്. ഇത് അത്യാവശ്യം നല്ല പിന്നെ സ്പേഷ്യസ് റൂമുമാണ്. കാണുമ്പോൾ കുറച്ച് റെസ്റ്റ് എടുത്താലോ എന്നും വിചാരിച്ചിനി. പക്ഷെ നമുക്ക് ആ ടൈമിന് എയർപോർട്ടിൽ എത്തേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ അവിടുന്ന് വെക്കേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ എയർപോർട്ടിലേക്ക് പോകുന്ന ആ ഒരു റൂട്ടിലേക്ക് കൂടി പോയിക്കൊണ്ടിരിക്കുകയത്. ഇവിടെ എത്തിയപ്പോൾ മനസ്സിൽ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമിയിലെ സ്വർഗം എന്നെല്ലാം പറയാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് സബാദരി. അത് നമ്മൾ ഓൾറെഡി വ്ളോഗിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്ക് കേട്ടോ. ഭയങ്കര രസമാണ് അത് കണ്ടിട്ട്. നമ്മളെ സംബന്ധിച്ചില്ല, ആദ്യമായിട്ടാണ് മഞ്ഞ് കാണുന്നത്. അതെന്നൊരു ഓർമ്മയിലുണ്ടാവും. നമ്മൾ ഫസ്റ്റ് കണ്ട ആ ഒരു എക്സ്പീരിയൻസും അതും ലേഡീസ് ഉള്ളി ആകുമ്പം നമ്മൾ ആ ഒരു എല്ലാവരും കൂടി ആയിട്ടുള്ള ഒരു ബോണ്ടിങ് ഉണ്ടാവില്ല. അത് നല്ലൊരു നല്ലൊരു വേറെ തന്നെ ഒരു അനുഭവമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം യാത്രകൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെറുപ്പം മുതലേ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഉപ്പാൻ്റെ കൂടെ തന്നെ യാത്ര ചെയ്ത് പഠിപ്പിച്ചത് കൊണ്ടും ഉപ്പാക്കും നല്ല താല്പര്യമായിരുന്നു യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു രീതി തന്നെയാണ് എൻ്റെ മനസ്സും. പുതിയ പുതിയ സ്ഥലങ്ങൾ കാണാനും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാറുണ്ട്. യാത്ര ചെയ്തതിനാൽ എവിടുന്ന് ആ ഒരു എനർജി നമുക്ക് കിട്ടുമെന്ന് പറയാൻ കഴിയില്ല. ചിലപ്പോൾ എന്തെല്ലോ വേദനകളെല്ലാം ഉണ്ടാകും. പക്ഷേ യാത്ര കഴിയുമ്പോൾ നമ്മളതെല്ലാം മറന്നിട്ട് ഒരു മനസ്സ് വല്ലാത്തൊരു പോസിറ്റീവ് തോട്ടിലേക്ക് അങ്ങനെ പോലാന്ന്. അപ്പം യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്തായാലും ഇടയ്ക്കിടയ്ക്കൊക്കെ യാത്ര ചെയ്യുന്നതും പുതിയ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റുന്നതൊക്കെ നല്ലൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ബാക്കി ഈ ജോർജിയയിൽ പോയ കാര്യങ്ങളും പിന്നെ ഓരോ പ്ലേസിൻ്റെതും പിന്നെ എത്ര പാക്കേജിലൊക്കെ എത്ര ആ സമയത്തായിനി. ഇപ്പം പിന്നെയും റേറ്റൊക്കെ കൂടിയിട്ടുണ്ടാവും. അതൊക്കെ നമ്മൾ കഴിഞ്ഞ വ്ളോഗിലും എല്ലാം 2 വർഷം മുമ്പാണ്. ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. അപ്പം ഞാനിപ്പോൾ ഇത്രയും പറയുന്നുണ്ട്. ബാക്കിയൊക്കെ ലൈവായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ഡെയിലി വ്ളോഗെല്ലായിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ സീ വിത്ത് അണ്ട വീഡിയോ. ബൈ. ദാമ്രിയുടെ ഈ പട്ടിക്കുട്ടീനെ കണ്ടതിന് ശേഷം പേടിച്ചിട്ട് അവിടെ നിൽക്കുന്നത്. വാക്സിനേറ്റഡ് ആണ് അമ്മൂനെ മനസ്സിലായി. അമ്രിന്റെ അടുത്തേക്ക് വരുന്നത്. എനിക്ക് പോവാനൊരു മനസ്സില്ല, എന്ത് ചെയ്യാന്. പെട്ടിങ്ങനെ എടുത്തിട്ട് ഓടിയിട്ടാ വന്നിന്. ഇപ്പൊ പോകുമ്പോ അല്ല പെട്ടിയാണ് നമ്മളെ വിളിക്കുന്ന അവസ്ഥയിലുള്ളത്. വളരെ ദുഃഖത്തിലാണ് ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ അറിയില്ല, പോവാനേ മനസ്സില്ല കേട്ടോ. ആ മലകളിൽ ആ മഞ്ഞ് നിങ്ങൾ നോക്കിയേ, അത് കണ്ടിട്ട് എങ്ങനെ പോലും പഠിച്ചോനെ എത്ര കാലം ആഗ്രഹിച്ചിട്ടുണ്ടായതാണല്ലോ. എന്നാലും നമുക്ക് പോയേ പറ്റൂ അല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും വേറൊരു സ്ഥലത്തെല്ലാം പോവാൻ പറ്റട്ടെ. ഓക്കെ, ബാക്കി വിവരങ്ങളെല്ലാം നമുക്ക് നെക്സ്റ്റ് വ്ളോഗിൽ പറയാം. ഓക്കെ, ബാ മനു. ബൈ 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 ജോർജിയ പറഞ്ഞ. ബൈ ബൈ ജോർജിയ. പറ കാക്കാനോട് പറ.
പറ ബൈ ബൈ പറ ബൈ ബൈ പറ മനു. ബൈ ബൈ. ഓക്കെ ബൈ ബൈ. ആ നിങ്ങളുടെ മുമ്പിൽ നമ്മ ബാക്കിലായിരിക്കും. Unfortunately, we're running a little bit late this morning. The reason is that we already departed late from Abu Dhabi, and now here the Abu Dhabi. airport services the Arabian Gulf towards Abu Dhabi, and over Iran we have some turbulence areas forecasted, for which we also realized that it's quite bumpy when we came aboard. Sit back, relax, and thank you very much for your attention. കാറ്റുണ്ട് കുറച്ചെല്ലാവരുടെ ബെൽറ്റിലിടാൻ പറഞ്ഞിരിക്കുന്നുണ്ട്. കുറച്ച് ഇളക്കൽ സംഭവിക്കുന്നതാ അറിയുന്നുണ്ട്. ഓക്കെ ഇവരെ ഒന്നും അറിഞ്ഞിട്ടില്ല. നല്ല അടിപൊളിയായിട്ട് കുറച്ച് പുറത്ത് കാണിച്ചിട്ട് അപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട്. പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ എല്ലാവരും കഴിഞ്ഞ് ലാസ്റ്റ് നമ്മുടെ ലഗേജ് എല്ലാം കുറച്ച് അധികമായിട്ട് നമ്മൾ ചെക്കായി പോകും. നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ തോന്നുന്നില്ല. അപ്പോൾ ഇവർ കുഴപ്പമാക്കുന്നുണ്ട്. പുറത്ത് നേരത്തെ കൂട്ടാൻ വന്നിട്ട് നോക്കാം. എത്തി എല്ലാവരും ഭയങ്കര സന്തോഷം. രണ്ടാളാണ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതെന്ത് കഷ്ടം. ഇവിടെ ഭയങ്കര ഹോട്ടല്ല, ഭയങ്കര ഹോട്ട്. നമ്മൾ തണുപ്പത്ത് നിനക്ക് വരുന്നോണ്ട് നമുക്കിനി ഇവിടെ നിക്കാൻ കഴിയും തോന്നില്ല കേട്ടാ. വെരി ബാഡ്. 30 ഡിഗ്രി ഇവിടെ. 30 ഡിഗ്രി. നമ്മൾ -9 എന്നാ വരുന്നത്. അല്ല അമ്രിക്കൊരു നാണം സുറൂറിനെ കാണുമ്പോ. അതെന്തിനാന്ന് വിളി. ഓക്കെ എല്ലാരും പോലെയാ പഠിച്ചോന് ഓഫീസിൽ പോയിരുന്നു. അമ്മു നമ്മളെ പെട്ടിക്കലിട്ട് സ്പ്രേ അടിച്ചേരേന്ന്. ഇവർക്കാണ് കൊറോണ ഉണ്ടായത്, നമ്മക്ക് കൊറോണ ഒന്നും ഉണ്ടാവില്ല. നടക്കുന്നു
തീരെ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല അഞ്ചിഞ്ച് കരത്തിനുള്ള സാധനം കേട്ടിട്ട് ചൂട് ഇതെല്ലാം വേണം അങ്ങോട്ടേക്ക് വാ എന്ത് ഇത് കഷ്ടം എന്നാ പിന്നെ ശരി യുവർ നാട് ഈസ് വെരി ബാഡ് നാളെങ്ങാനും ബംഗാളിക്ക് വേണം അബുദാബി വേണം പോണെന്ന് പറഞ്ഞു റെഡിയായാ ഇനിയും ഫോട്ടോസ് ഗ്രൂപ്പിൽ പറഞ്ഞ അല്ല നെക്സ്റ്റ് പറഞ്ഞ സുറൂറിനോട് നമ്മുടെ നെക്സ്റ്റ് യാത്ര എവിടെയാണ് നമുക്ക് എന്നാ നെക്സ്റ്റ് ട്രിപ്പിന്റെ കൂടി പ്ലാൻ പ്ലാൻ ചെയ്തിട്ട് തന്നെ പോയാലോ നമ്മള് കുറച്ച് പ്ലാൻ ആക്കി നിങ്ങൾ മെണ്ടി പോയിരുന്നു ആ പറഞ്ഞിട്ടില്ല ഓക്കെ ഗൈസ് ബൈ 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 എല്ലാം തീർന്നു